അപ്പോൾ രാവിലെയിൽ നമ്മൾ ആദ്യം പോകുന്നത് കർക്കിടക വാവ് ദിവസമാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് നമുക്കൊന്ന് പോകണം. ഇന്ന് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും സ്നാനഘട്ടങ്ങളിലും എല്ലാം പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കുകയാണ്, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ വർക്കല പാപനാശത്ത് പുലർച്ചെ 3 മണി മുതൽ ബലിതർപ്പണം തുടങ്ങി. ബലിതർപ്പണം നടത്താൻ വർക്കല പാപനാശത്തേക്ക് 100 കണക്കിന് വിശ്വാസികളാണ് എത്തുന്നത്. അപ്പോൾ വർക്കലയിലെ കാഴ്ചകൾ നമുക്ക് നോക്കണം. മറ്റൊരു തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് തിരുവല്ലം. അവിടെ നിന്നുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകണം. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മറ്റ് പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലേക്കും പോകാം. ആദ്യം ജിഷാദ് വളാഞ്ചേരിയാണ് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ജിഷാദ്, ഗുഡ് മോർണിംഗ്. ജിഷാദ്, ഏത് പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ നിന്നാണ് ചേരുന്നത്? പുലർച്ചെ 2:30 തന്നെ ഇത്തവണ ചടങ്ങുകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് അവിടുത്തെ തിരക്കൊക്കെ? ആര്യ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിലാണ്. രാവിലെ മുതൽ തന്നെ ഇവിടെ ബലിതർപ്പണം ആരംഭിച്ചിട്ടുണ്ട്. 10,000-കണക്കിന് ആളുകളെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിലെ കടവുകളിൽ ബലിതർപ്പണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർക്കിടക ബാഹുബലിയോടനുബന്ധിച്ച് പുലർച്ചെ മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. കേരളത്തിലെ പ്രധാന പിതൃതർപ്പണ കേന്ദ്രങ്ങളൊന്നാണ് തിരുനാവായ. ത്രിമൂർത്തി സംഗമസ്ഥാനം എന്ന നിലയിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ തിരുനാവായ അമ്പലം. കഴിഞ്ഞ ദിവസം രാമായണ മാസം ആരംഭിച്ചതും ഇത്തവണത്തെ ബലിതർപ്പണത്തിന് ഭക്തജനങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. പുലർച്ചെ 2 മണിയോടെ ആരംഭിച്ച ചടങ്ങുകൾ 16ഓളം കർമ്മികളും അതുപോലെ തന്നെ പരികർമ്മികളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്രതാനുഷ്ഠാനങ്ങളെത്തിയ ഭക്തർ തങ്ങളുടെ പ്രതികൾക്കായി മോക്ഷം ലഭിക്കുന്നതായി ബലിതർപ്പണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തർക്ക് പ്രഭാത ഭക്ഷണം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രതിശാന്തിക്കായി തിലാഹോമം, സായുജ പൂജ തുടങ്ങിയ വഴിപാടുകളും നടന്നുവരുന്നു. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി, അതായത് തമിഴ്നാട്, കർണാടക എന്നീ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തെ നിരവധി ആളുകളാണ് തിരുനാവായിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, അതായത് തന്റെ പ്രതികൾക്കായി അതായത് ബലിതർപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തിരുനാവായിൽ മഴ കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഫയർഫോഴ്സ്, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ബോട്ടടക്കം സജ്ജീകരിച്ച ഒരു സ്ഥിതിയുണ്ട്. വരുന്ന അതായത് ഇനി ഒരു 1,00,000 ആളുകളെയാണ് തിരുനാവായിലേക്ക് പ്രതീക്ഷിക്കുന്നത്. ആര്യ, എന്തായാലും പിതൃതർപ്പണ ചടങ്ങുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ ജിഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള വളരെ പുരാതനമായിട്ടുള്ള ഐതിഹ്യങ്ങൾ ഒരുപാട് നിറഞ്ഞിട്ടുള്ള ക്ഷേത്രമാണ്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള വിശ്വാസികൾ മാത്രമല്ല, ജില്ലയ്ക്ക് പുറത്തുമുള്ള ഒരുപാട് വിശ്വാസികൾ എത്തുന്ന ഒരു കേന്ദ്രമാണ്. അത്തരത്തിൽ വലിയൊരു തിരക്ക് തന്നെയല്ലേ ജിഷാദ് അവിടെ ഉള്ളത്? പോയ വർഷത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സമാനമായ രീതിയിൽ തന്നെ ഇത്തവണയും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഭയങ്കര തിരക്കാണ്. രാവിലെ പുലർച്ചെ 2 മണി മുതൽ തന്നെ നല്ല തിരക്ക് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തങ്ങളുടെ പ്രതികൾക്ക് ബലിതർപ്പണം നടത്തുന്നതിനായി അവർ കാത്തു നിൽക്കുകയാണ്. എവിടെ വരുന്നത്? വൈലത്തൂര്. പ്രാവശ്യം ബലിതർപ്പിക്കുമോ? എത്ര നേരത്തോടു കൂടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അപ്പൊ വന്നു ഇവിടെ 4 മണിക്ക് എത്തിയതാണ്. റെസീറ്റൊക്കെ കിട്ടിയോ? ചടങ്ങുകളൊക്കെ എത്ര ടൈം കൊണ്ട് കഴിയുന്നതാണ്? ഞങ്ങൾ ഏകദേശം 5 മണിക്കൂറോളാവും ക്യൂല് നിൽക്കുന്നത്. 5 മണിക്കൂറായി നിൽക്കുന്നത്. എത്ര ടൈം പിടിക്കുന്നാണ് ആലോചിക്കുന്നത്? ഇല്ല, കുറച്ച് സമയം കൂടെ ഉണ്ടാവും. വ്രതാനുഷ്ഠാനൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നോ? എവിടുന്നാ വരുന്നത് അമ്മ? എല്ലാരും എടുത്തു വൈലത്തൂരിൽ തന്നെ. ബലിതർപ്പിച്ചോ? ഇല്ല, എന്റെ ധർമ്മിക്കാൻ പോണ. ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാവശ്യത്തെ? അച്ഛനമ്മയും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും എവിടുന്നാ വരുന്നത്? ഞങ്ങള് കോഴിക്കോട് രാമനായിട്ട് വരുന്നത്. കോഴിക്കോട്. എപ്പോ പുറപ്പെട്ടുന്നല്ല? ഞങ്ങൾ ഇന്ന് രാവിലെ 4 മണിക്ക് പുറപ്പെട്ടുണ്ട്. ഞങ്ങൾ പോകുന്ന ഒരു ബാച്ചാ. ഞങ്ങൾ വർഷങ്ങളായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. എത്ര രാവിലെ മുതൽ നിൽക്കൽ തുടങ്ങിയതാണോ? ഇല്ല, ഞങ്ങളൊരു 1 മണിക്കൂറായി. റെസീറ്റൊക്കെ ലഭിച്ചു? ലഭിച്ചു. കഴിഞ്ഞ ഉടനെ നേരെ പോകും. ശരീരമൊക്കെ റെഡിയായിട്ടിരിക്കും. ആര്യ, ഇവരെല്ലാം അതായത് 5 മണിക്കൂറൊക്കെ ക്യൂവിൽ നിന്ന ഒരു സാഹചര്യമുണ്ട്. മഴ കൂടുന്ന സ്ഥിതിയുണ്ട്. പ്രശ്നമാണല്ലോ ജിഷാദ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വലിയ മഴയാണ് വടക്കൻ കേരളത്തിലെല്ലാം ഉള്ളത്. ഇന്നും അതിശക്തമായ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് മുന്നിലുള്ളത്. തൽക്കാലത്തേക്ക് ഒരു ആളുകൾക്ക് അത്രത്തോളം ദുരിതം ഉണ്ടാക്കുന്ന തരത്തിൽ മഴ അവിടെ പെയ്യുന്നില്ലല്ലേ?
അരിയ മഴ പെയ്യുന്നില്ലെങ്കിലും അതായത് ഭാരതപ്പുഴയിലെ ജലനീരൊഴുപ്പ് കൂടുതലാവുന്ന ഒരു സ്ഥിതിയുണ്ട്, ഒഴുക്ക് കൂടുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഭക്തരുടെ സുരക്ഷ കണക്കിലെടുത്ത് അതായത് ഫയർഫോഴ്സ് സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് കാണാം ഒരു കയറ് കെട്ടിയ ഏരിയന്റെ അകത്തു നിന്നാണ് കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കുത്തൊഴുക്ക് നേരിടുന്നുണ്ട്. അത് കാരണം തന്നെ ഭക്തരെ അത്രയും അതായത് സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് അപ്പുറത്തേക്ക് കടക്കാൻ അതായത് ക്ഷേത്ര ജീവനക്കാരും അതുപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങളും അനുവദിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെയാണ് ഇവിടുത്തെ ബലിതർപ്പണം നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10,000-കണക്കിന് ആളുകളാണ് ഈ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ എത്തുന്നത്. ത്രിമൂർത്തി സംഗമസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന തിരുനാവായയിലെ ആണ് ഇപ്പോൾ നമ്മളുള്ളത്. എന്തായാലും ഭക്തജനങ്ങൾക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഈ ബലി തർപ്പണം നടന്നുകൊണ്ടിരിക്കുന്നത്. 16 കർമ്മികളും പരികർമ്മികളും ഇവിടെ നേതൃത്വം നൽകുന്നുണ്ട്. നല്ല തിരക്കുമുണ്ട്, അതായത് മഴ കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ അതായത് 50,000-ന് മുകളിലേക്കുള്ള ആളുകളെയാണ് ക്ഷേത്രത്തിൽ പ്രതീക്ഷിക്കുന്നത്. രാവിലെ മുതൽ തന്നെ പ്രഭാത ഭക്ഷണം ക്ഷേത്രത്തിന്റെ വകയായി ഒരുക്കിയിട്ടുണ്ട്. ആര്യ. യെസ്, ജിഷാദ് വളാഞ്ചേരിയാണ് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. നേരത്തെ ജിഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഐതിഹ്യപരമായി ഒരുപാട് വിശേഷണങ്ങളുള്ള അത്രത്തോളം പുരാതനമായ ഒരു ക്ഷേത്രമാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ത്രിമൂർത്തി സംഗമം സ്ഥാനം എന്ന നിലയിലാണ് ഈ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം അറിയപ്പെടുന്നത്. മഹാവിഷ്ണു ആണ് അവിടെ പ്രധാന പ്രതിഷ്ഠയായി എത്തുന്നത്. അവിടെ മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലാണ് ക്ഷേത്രം ഉള്ളത്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള വിശ്വാസികൾ മാത്രമല്ല, സംസ്ഥാനത്ത് ഒരുപാട് ജില്ലകളിൽ നിന്നുള്ള ആളുകളൊക്കെ ഈ തിരുനാവായ ക്ഷേത്രത്തിലേക്ക്, ആ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം അത്തരത്തിൽ ആയതുകൊണ്ട് തന്നെ അവിടേക്ക് പിതൃതർപ്പണ ചടങ്ങുകൾക്കായി എത്താറുണ്ട്. പ്രത്യേകിച്ച് സമീപ ജില്ലകളിൽ, മലപ്പുറം ജില്ലയുടെ സമീപ ജില്ലകളിലുള്ള വിശ്വാസികളെല്ലാം അവിടേക്ക് എത്തുന്നുണ്ട്. 50,000-ഓളം വിശ്വാസികളെയാണ് ഇത്തവണ അവിടെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വേണ്ട ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. മഴ തൽക്കാലം ഒന്ന് മാറി നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും നല്ല കുത്തൊഴുക്കുണ്ട് ഭാരതപ്പുഴയിൽ. അതുകൊണ്ട് തന്നെ അധികം പുഴയിലേക്ക് ഇറങ്ങി ചടങ്ങുകൾ നിർവഹിക്കാൻ അനുവദിക്കുന്നതല്ല. ഫയർഫോഴ്സിന്റെ ക്രമീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ നേരത്തെ തന്നെ അവിടെ പൂർത്തിയായിട്ടുമുണ്ട്. എന്തായാലും അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇനി സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നായ ആലുവ മണപ്പുറത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഡാനി പോൾ നമുക്കൊപ്പം ചേരുകയാണ് ആലുവ മണപ്പുറത്ത് നിന്ന്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. ഈ കർക്കിടക വാവ് ദിവസം മാത്രമല്ല, അതിനപ്പുറം ഈ ബലിതർപ്പണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അവിടെ അത്രത്തോളം തിരക്ക്, നമുക്ക് വിവരിക്കാൻ കഴിയാത്തതിനപ്പുറം തിരക്കിലേക്കൊക്കെ പല സമയത്തും കാര്യങ്ങൾ പോകാറുണ്ട്. ഇത്തവണ എങ്ങനെയാണ് മണപ്പുറത്തെ കാഴ്ചകൾ? ആര്യ, ഇന്ന് നല്ല മഴ ജില്ലയിലുണ്ട്. ഇവിടെയും ഒട്ടും സ്ഥിതി വിഭിന്നമല്ല. ആലുവ തീരത്തേക്ക് വരുമ്പോൾ, പെരിയാറിന്റെ തീരത്തേക്ക് വരുമ്പോൾ ഒട്ടും സ്ഥിതി മോശമല്ല. നല്ല മഴ തന്നെ പെയ്യുന്ന ഒരു അന്തരീക്ഷമാണ്. നമുക്കാണ് എനിക്ക് പിറകിലുള്ള ഈ സ്നാന പടവുകളിൽ ബലിതർപ്പണ ചടങ്ങുകൾ ഇന്ന് പുലർച്ചെ 2:30 മണിയോടുകൂടിയാണ് തർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. ഏതാണ്ട് 60ഓളം ബലിത്തറകൾ ഇതിനുവേണ്ടി കർമ്മങ്ങൾക്ക് വേണ്ടി അടക്കം തയ്യാറാക്കിയിട്ടുണ്ട്.